നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനൊന്നും ഒരർത്ഥവും ഇല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്റെ മകനെ എനിക്കൊന്ന് വഴക്കു പറയാൻ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഈ വീടിന് പുറത്ത് ഒരുപാട് ലോകങ്ങളുണ്ട്. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ അവിടെ ജീവിക്കുന്നുമുണ്ട്. എന്നെപ്പോലെ ഒരാൾക്ക് ജീവിക്കാൻ ഒരുപാട് ആശ്രമങ്ങളും അനാഥാലയങ്ങളുമുണ്ട് ഈ നാട്ടിൽ. ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങളാരും എന്നെ അന്വേഷിച്ചു വരരുത്, ഒരിക്കലും. എല്ലാ ബന്ധങ്ങളും ഇതോടെ തീരട്ടെ. അമ്മയോട് പറ രൂപേഷേട്ട പോവരുതെന്ന്. പറ മോനെ, നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ അമ്മയും പോവില്ല. പറ രൂപേഷേട്ടാ. എടാ മോനെ, ഒന്ന് പറയടാ മോനെ. മോനെ രൂപേഷേട്ട ഒന്ന് പറയടാ. ഏട്ടത്തി, രൂപേഷ് ഒരു മണ്ടത്തരം കാണിച്ചെന്ന് വിചാരിച്ച് ഏട്ടത്തി അതിനൊപ്പം തുള്ളുകയാണോ ചെയ്യേണ്ടത്? ഈ വീടിന്റെ നാഥയാണ് ഏട്ടത്തി. ഏട്ടത്തി പോയാ പിന്നെ ഈ വീടില്ല, ഞങ്ങൾ ആരും കൊണ്ട്. അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. ഞാനില്ലെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റും. പവിയേട്ടാ, ദേ ഇപ്പൊ നിങ്ങൾക്ക് ഇടപെടാൻ സമയമായി. ചെല്ലെ ചെല്ലെ. പറ രൂപേഷേട്ട പോവരുതെന്ന്. നീ ഒന്ന് പറയടാ. ചേച്ചി, ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോലെ ചേച്ചി. ചേച്ചി ഇല്ലാത്ത ഈ വീട്ടില് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞങ്ങളും കൂടി അങ്ങ് കൊണ്ടുപോ. ചേച്ചി പോയ പിന്നെ ഞങ്ങൾ ആരും ഈ വീട്ടിലുണ്ടാവില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ സ്വത്തുക്കളും ഒന്നും വേണ്ട. ചേച്ചിയുടെ സ്നേഹം ഒന്നുള്ളതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. പോലെ ചേച്ചി. എന്നെ തടയാൻ ശ്രമിക്കണ്ട. രൂപേഷേട്ടാ മോനെ വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. കണ്ടില്ലേ അവളുടെ നാടകം? എല്ലാവരെയും എത്ര വിദഗ്ധമായ അവള് പറ്റിച്ചത്. രൂപേഷിനെ അവള് പറഞ്ഞിളക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവള് തന്നെ ഇപ്പൊ അവനെ വിളിച്ച് അകത്തേക്ക് പോകുന്നു. ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്ന അവളുടെ വിചാരം. പവി, എനിക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ വെറും പൊട്ടിയാണെന്ന് ആരും വിചാരിക്കരുത്. ചേച്ചി, ഗീതമ്മേ, ഇതുകൊണ്ട് അകത്ത് വയ്ക്കേ. ഏട്ടത്തി പറഞ്ഞിട്ട് പോയത് മനസ്സിലായില്ലേ? നിങ്ങളുടെ നാടകം നിർത്തിവെക്കുന്നതാണ് നല്ലതെന്ന്. മോള് വിഷമിക്കല്ലേ. ഇതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികള് ജീവിതത്തിൽ വരും. അതിനെല്ലാം നിസ്സാരമായിട്ട് നേരിടണം. എന്നാലല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതൊക്കെ എനിക്കറിയാം. നീ അവന് മോളെ പോലെ തന്നെയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ അങ്ങ് കളയണം. അതിനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരുന്നാലേ അതിന് മാത്രമേ സമയം കാണൂ. മോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട.
ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നെന്ന് സങ്കടപ്പെട്ടാലേ മോളുടെ ചേച്ചി എന്ത് വിചാരിക്കും? മോള് ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാനല്ലേ വിളിക്കുന്നേ? വാ മോളെ. മോളെ, മോളൊരു പാവം കുട്ടിയാ. മോളെ വിഷമിപ്പിച്ചവർക്കേ ദൈവം അതിന്റെ കൂലി കൊടുത്തോളും. വാ മോളെ, വാ, നടക്ക്. അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണത്ര. മണ്ണാൻ കട്ട യതി. അയാൾ ഒറ്റൊരുത്തനാ അവനിവിടെ പിടിച്ച് നിർത്തിയത്. പവിയേട്ട, ഭാര്യയും അനിയത്തിയും കൂട്ടി മരുവത്തൂരിന്റെ പടിയിറങ്ങാൻ തുടങ്ങിയ രൂപേഷിനെ അയാൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ദേ അതിന്റെ പിന്നിൽ അയാൾക്ക് വ്യക്തമായ ലക്ഷ്യവും നേട്ടവും ഉണ്ടാവും. അതെ, ലക്ഷ്യം മറ്റൊന്നുമല്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ദർശനയെ മുൻനിർത്തി ഒരു സൂത്രധാരന്റെ ചമയങ്ങൾ അണിഞ്ഞ് നിങ്ങളെ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും പുറത്താക്കുക. തീർന്നില്ല. ഇനി നേട്ടം എന്തെന്നറിയണ്ടേ? ഒരു സംഘർഷഭരിത മുഹൂർത്തത്തിൽ സമാധാന ദൂതനെ പോലെ എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം ആജ്ഞയിലൂടെ നടപ്പിലാക്കി ഏവരുടെയും മനസ്സിൽ ആദരവുണ്ടാക്കിയെടുത്തില്ലേ? ആലോചിച്ച് നോക്ക്. എന്താ, ശരിയല്ലേ? മരുവത്തൂരിലെ ഗൃഹനാഥനായിരുന്ന വിശ്വനാഥന്റെ സ്ഥാനത്ത് ഇപ്പൊ താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നില്ലേ അയാള്? പവിയേട്ട, ഈ വീട്ടിലെ നിശബ്ദനായ കൊലയാളി അയാള്. ഈ ഏതെങ്കിലും അവരെ പിടിച്ചു നിർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ ദർശനെ കൊണ്ടുള്ള ശല്യം ഇതോടെ ഒഴിഞ്ഞേനെ. ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നം കൊണ്ടെന്നറിയോ? ദർശനയും രൂപേഷേട്ടനും ആ വൃത്തികെട്ട അഞ്ജനയും കൂടി ഇവിടെ നിന്ന് പോകുന്നു. സുമംഗലാപ്പച്ചി വൃദ്ധസദനത്തിലേക്ക് മാറുന്നു. ഭരണം അമ്മയ്ക്ക്. അളവില്ലാത്ത സമ്പത്തും അധികാരത്തിന്റെ ചെങ്കോലും അമ്മയുടെ കൈകളിൽ. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയില്ലേ? ഇല്ല മോളെ, ഒന്നും അങ്ങനെ വെറുതെ ആയിട്ടില്ല. ഇപ്പൊ നടന്നത് ഒരു ട്രെയിലറാ. വരാൻ പോകുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു ട്രെയിലർ. മല പോലെ വന്നത് എലി പോലെ പോയില്ലേ? ശത്രുക്കൾ പരസ്പരം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിപ്പിരിഞ്ഞതല്ലല്ലോ. പകയുടെ കെടാക്കനലുകളുമായി ഇരുചേരികളിലേക്ക് മാറിയതല്ലേ. അമ്മയും മകനും കീരിയെയും പാമ്പിനെയും പോലെ പരസ്പരം കൊത്തി വലിക്കാനായി നിൽക്കുമ്പോ നീ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്കുണ്ടാവും. കമ്പനിയും അന്വേഷണവും ദർശനയുടെ IPS മോഹമൊക്കെ നീ അല്പം മുമ്പ് പറഞ്ഞ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ അപ്രത്യക്ഷമാകും. എനിക്കതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്.